ഫാർമക്കോളജി എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് പാസ്സാവാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് മീ, നിങ്ങളുടെ സ്വന്തം ഫാത്തിമ റഫീഖ്. അപ്പോൾ ഇന്നലെ ഞാനൊരു പോൾ ഇട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ, വാട്ട് ഡു ഗൈസ് എക്സ്പെക്ട് ഫ്രം മീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള രീതിക്കായിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് DDS റിലേറ്റഡ് കണ്ടന്റ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോക്ക് ഫാർമക്കോളജി എപ്പിസോഡ് 1-ലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലാണ് ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഫാർമക്കോളജി എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, പേപ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. ബിക്കോസ് നല്ലോണം പഠിച്ചിട്ട് എല്ലാം അറിയാം, ബട്ട് എക്സാം എങ്ങനെ എഴുതണം, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാണ്ട് മാർക്ക് കുറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഏറ്റവും ലാസ്റ്റ് വരെ നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഫാർമക് സബ്ജക്റ്റ് ഈസിയാണ്. ഈ സംഭവം എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചു വഴിയെന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ബിക്കോസ് ഞാൻ ഫാർമക്ക് പഠിക്കാൻ തുടങ്ങിയത് നമ്മൾ എക്സാമിന് 7 days മുമ്പാണ്. ആ 7 days കൊടുത്തിട്ടാണ് ഞാൻ ഫാർമക്കോളജി പഠിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. ഫാർമക്ക് സബ്ജക്റ്റ് എന്താണെന്നേ ഞാൻ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുമ്പേ എൻ്റെ അടുത്ത് ഒരാൾ ഒന്നെന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്സ് പറഞ്ഞു തരുന്നത്. ഫാർമക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ മെയിൻലി യൂസ് 2 books, ത്രിപാഠിയുടെ ഒരു ബുക്കും താരയുടെ ഒരു ബുക്കും. These are the books I used to study pharmac. ഞാൻ മെയിൻ ടെക്സ്റ്റ് ബുക്ക് താരയുടെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ത്രിപാഠിയുടെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ദാറ്റ്സ് ഫൈൻ. ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ബുക്ക് ഉണ്ട്, ഒരു പോക്കറ്റ് ബുക്കാണ്, ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ ഫുള്ളായിട്ട് നമ്മൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ പഠിക്കണോ, ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അത് മൊത്തം അതിലുണ്ട്. സത്യം പറഞ്ഞാൽ ഫാർമക്കോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 40 ഡ്രഗ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഇൻഷാല്ലാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഞാൻ വീട്ടിലുള്ള ഹോസ്റ്റലാണ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്റ്റലിൽ എത്തിയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ഡ്രഗ് ക്ലാസിഫിക്കേഷൻസും പിന്നെ നമ്മുടെ ജനറൽ ഫാർമക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ പാർട്ട് 2-ൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണം.